ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ കാരുണ്യ കേന്ദ്രം എടമുട്ടം മേഖല ഓഫീസ് നാടിന് സമർപ്പിച്ചു. പാട്ടുകുളങ്ങര അസീസ് പുറക്കുളത്തിന്റെ വസതിക്ക് സമീപമാണ് ഓഫീസ് തുറന്നത്. നിർധനരായ രോഗികളെയും നിരാലംബരായ വ്യക്തികളെയും കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ കാരുണ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ എടമുട്ടം മേഖലയിൽ ഊർജ്ജസ്വലമാക്കുന്നതിനായിട്ടാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. CPM ജില്ലാ സെക്രട്ടറി KB അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സർദാർ ഗോപാലകൃഷ്ണന്റെ മണ്ണാണ് ഇത്. സർദാർ ഗോപാലകൃഷ്ണൻ രക്തസാക്ഷിത്വം വരിച്ചത് ഏതെങ്കിലും തെറ്റ് കാണിച്ചിട്ടായിരുന്നില്ല. അദ്ദേഹം പോലീസുകാരാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഈ നാടിനു വേണ്ടി നടത്തിയ അത്യുജ്വലമായ ഇടപെടലുകളുടെ ഘട്ടത്തിലാണ്. PT ഭാസ്കര പണിക്കർ എന്ന മലബാറിലെ ഏറ്റവും പ്രമുഖനായ സാമൂഹ്യ പ്രവർത്തകൻ ഇവിടെ പെരിഞ്ഞലത്ത് സ്കൂൾ അധ്യാപകനായിട്ടുണ്ടായിരുന്നു. അന്ന് നാട്ടിക മണപ്പുറത്തെ മനുഷ്യന്റെ ദാരിദ്ര്യം, ജീവിത പ്രതിസന്ധി, ഇതിലെല്ലാം ഇടപെട്ടുകൊണ്ട് KTD കിരൺ അധ്യക്ഷനായി. തുടർന്ന് ആരോഗ്യരക്ഷാ ഉപകരണങ്ങളുടെ ഏറ്റുവാങ്ങൽ CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉപകരണങ്ങളുടെ വിതരണവും 500 അംഗ രക്തദാന സേന ഡയറക്ടറി പ്രകാശനം ഡോക്ടർ EK രാമചന്ദ്രനും നിർവഹിച്ചു. വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതിപ്രകാശ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കാരുണ്യ കേന്ദ്രം കോർഡിനേറ്റർ PS ഷജിത്ത്, കൺവീനർ PM അബ്ദുൽ മജീദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ BR ബാബു, TS മധുസൂദനൻ, PA രാമദാസ്, KK ജിനേന്ദ്രബാബു, BR ജിത്ത്, സുധീർ പട്ടാലി, അസീസ് പുറക്കുളം, KK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു.